ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും കറുപ്പും വെളുപ്പും നിറഞ്ഞ വിചിത്രമായ ഒരു ചതുരക്കട. റെസ്റ്റോറന്റിലെ മെനു കാർഡിലായാലും കടകളിലെ പേയ്മെന്റ് കൗണ്ടറിലായാലും എന്തിന് വിസിറ്റിംഗ് കാർഡുകളിൽ പോലും ഈ QR കോഡ് ഉണ്ട്. എന്നാൽ ഈ കുഞ്ഞു കളികൾക്ക് പിന്നിൽ ജപ്പാനിലെ ഒരു കാർ കമ്പനിയുടെയും ഒരു ബോർഡ് ഗെയിമിന്റെയും കഥയുണ്ടെന്നതാണ് രസകരമായ കാര്യം. നമ്മൾ സാധാരണയായി കാണുന്ന ബാർകോഡുകൾ ഓർമ്മയില്ലേ? സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ നീളൻ വരകൾ, അവയ്ക്ക് ഒരു പരിമിതി ഉണ്ടായിരുന്നു. വെറും 20 അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്കങ്ങൾ മാത്രമേ അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. 1990കളിൽ ജപ്പാനിലെ ടൊയോട്ട ഗ്രൂപ്പിന് കീഴിലുള്ള ഡെൻസോ വേവ് എന്ന കമ്പനി ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു. കാർ നിർമ്മാണത്തിന് ആവശ്യമായ ആയിരക്കണക്കിന് ഭാഗങ്ങൾ ട്രാക്ക് ചെയ്യാൻ ബാർകോഡുകൾ മതിയാകുമായിരുന്നില്ല. ഓരോ പെട്ടിയിലും 10ഉം 15ഉം ബാർകോഡുകൾ പതിപ്പിക്കേണ്ടി വന്നു. ഇത് ജീവനക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. ഈ ദൗത്യം ഏറ്റെടുത്തത് മസാഹിരഹാര എന്ന എഞ്ചിനീയർ ആണ്. ഒരു ദിവസം ഉച്ചഭക്ഷണ സമയത്ത് അദ്ദേഹം ഗോ എന്ന ജാപ്പനീസ് ബോർഡ് ഗെയിം കളിക്കുന്നത് ശ്രദ്ധിച്ചു. കറുപ്പും വെളുപ്പും കരുക്കൾ നിരത്തിയ ആ ബോർഡിൽ നിന്നാണ് അദ്ദേഹത്തിന് ഒരു ചിന്ത ഉണ്ടായത്. വിവരങ്ങൾ വരികളായി മാത്രം നൽകുന്നതിന് പകരം ഒരു ഗ്രിഡ് രൂപത്തിൽ നൽകിയാലോ? അങ്ങനെ 1994ൽ അദ്ദേഹം QR കോഡ് വികസിപ്പിച്ചെടുത്തു. ക്വിക്ക് റെസ്പോൺസ് എന്നതിന്റെ ചുരുക്കമാണ് QR. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ വേഗത്തിൽ വിവരങ്ങൾ വായിച്ചെടുക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. QR കോഡിന്റെ മൂലകളിലായി കാണപ്പെടുന്ന വലിയ ചതുരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ വെറുതെ നൽകിയിട്ടുള്ളതല്ല. ഏത് ആംഗിളിൽ നിന്ന് സ്കാൻ ചെയ്താലും ക്യാമറയ്ക്ക് കോഡ് കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പൊസിഷൻ ഡിറ്റക്ഷൻ പാറ്റേണുകൾ നൽകിയിരിക്കുന്നത്. ബാർകോഡിനെ അപേക്ഷിച്ച് 100 ഇരട്ടി വിവരങ്ങൾ ശേഖരിക്കാൻ QR കോഡിന് കഴിയും. മാത്രമല്ല, കോഡിന്റെ കുറച്ചു ഭാഗം കേടുവന്നാലും, ഏകദേശം 30% വരെ കേടുവന്നാലും അത് കൃത്യമായി സ്കാൻ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ആദ്യകാലത്ത് കാർ ഫാക്ടറികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ സാങ്കേതിക വിദ്യ സ്മാർട്ട് ഫോണുകളുടെ വരവോടെ ലോകം മുഴുവൻ കീഴടക്കി. ഇന്ന് ഡിജിറ്റൽ ഇന്ത്യയുടെ UPI പേയ്മെന്റുകളുടെ ഒക്കെ നെടുംതൂണായി ഇത് മാറി. ഡെൻസോ വേവ് ഈ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് എടുത്തെങ്കിലും അത് എല്ലാവർക്കും സൗജന്യമായി ഉപയോഗിക്കാൻ വിട്ടു നൽകി എന്നതും ശ്രദ്ധേയമാണ്.